ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ച് ഭയങ്കര തർക്കമൊക്കെ ഉണ്ടല്ലോ. നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല. അതെ, ഭൂമി എങ്ങനെ ഉണ്ടായി നമ്മളിവിടെ വായിച്ചു. ആദിയിൽ അവൻ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. സൂര്യൻ പൊട്ടിത്തെറിച്ച് അതിന്റെ രക്തത്തിൽ ഒരു പീസ് ഉണ്ടായതാണ് എന്ന് ഭൂമി എന്ന് പഠിപ്പിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നു. സൂര്യൻ പൊട്ടിത്തെറിച്ച് ഉണ്ടായതാണ് എന്ന് ഭൂമി. പിന്നീട് പഠിക്കാൻ അതിൽ പഠിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. നമ്മൾ ഭൂമി തനിയുണ്ടായി. എങ്ങനെയുണ്ടായി? തനിയുണ്ടായി. അത് ഒന്ന് സൂര്യൻ പൊട്ടിത്തെറിച്ചുണ്ടായി എന്ന് പഠിക്കുന്നു. രണ്ടോ ഇത് തനിയുണ്ടായി എന്ന് പഠിക്കുന്നു. ഇത് അതിനെക്കുറിച്ച് ഭയങ്കര സിദ്ധാന്തവും ഭയങ്കര സംഭവങ്ങളൊക്കെയുണ്ട്. ഭൂമി തനിയുണ്ടായിട്ടാണ് പറയുന്നത്. ഭൂമി തനിയുണ്ടായി. ഇനി ഭൂമി തനിയുണ്ടായെന്ന് പഠിപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകൾ തന്നെയുണ്ട് തനിയുണ്ടായി പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഭയങ്കര തർക്കങ്ങളും വാദങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അത് എന്ത് വേണം തർക്കിച്ചോട്ടെ. അങ്ങനെയൊക്കെ തർക്കിക്കുന്നതോട് എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനേ ഉള്ളൂ. അത് ചോദിച്ച് ഞാൻ എടുത്തു. ഭൂമി തനിയെ ഉണ്ടായെന്ന് താങ്കൾ പറയുന്നു. ഓക്കെ, ഞങ്ങൾ സമ്മതിച്ചു. ഭൂമി തനിയെ ഉണ്ടായി എന്ന് താങ്കൾ പറയുമെങ്കിൽ ആ തനിയെ ഉണ്ടായ ഭൂമിയെ കുറിച്ച് ഒരു ബുക്ക് തനിയെ ഉണ്ടായിക്കൂടെ? ഭൂമി തന്നെ ഉണ്ടായെങ്കിൽ ആ ഭൂമിയെ കുറിച്ചുള്ള ഒരു ബുക്ക് കൂടി തനി ഉണ്ടായിക്കൂടെ? അതുണ്ടായിട്ടില്ല. അതുണ്ടാകട്ടെ, അത് തനിയെ ഉണ്ടായതല്ല. ഇവിടെ ഒന്നും നാം കാണുന്ന ഒന്നും തനിയെ ഉണ്ടായതല്ല. മനസ്സിലാകുന്നത്? അതെ. ഇനി ഒരു ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് നമുക്കതിന് മറന്നു മനസ്സിലാക്കാം. ഇവിടെ നാം കാണുന്നതെല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അത് ഒരു വചനം കൂടി കണ്ടിട്ട് നമുക്ക് ഇതിലേക്ക് വരാം. എബ്രായ ലേഖനം എല്ലാവരും ബൈബിൾ തുറന്നാട്ടെ, വേദപുസ്തകം തുറക്കുക, എഴുതേണ്ടത് കുറിച്ചെടുക്കുക. എബ്രായ ലേഖനം 11-ാം അധ്യായം 2-3 വാക്യം. അതിന് ആരംഭം വിശ്വാസം എന്നോ അതിനാണ്. എന്താണ് അതിന് രണ്ടാമത്തെ വാക്യം? അതിനാലല്ലോ അത് വിശ്വാസത്തിന്റെ കാര്യമാണ് പറഞ്ഞു തുടങ്ങുന്നത്. അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യമുണ്ടായത്. ഈ കാണുന്ന ലോകത്തെ കുറിച്ചാണ് പറയുന്നത്. ഈ ഭൂമിയെ കുറിച്ചാണ് പറയുന്നത്. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായത് അല്ല, കാരണമെന്ന് വരുമാറുന്നത്. ലോകം ദൈവത്തിന്റെ വചനത്താൽ എന്ത് ചെയ്യുന്നു? അവ ഭൂമി ചുമ്മാ ഉണ്ടായി എന്ന് പറയുന്ന സിദ്ധാന്തത്തെ പൊളിക്കാൻ വിശുദ്ധ ബൈബിൾ പറയുന്നു. നാം കാണുന്ന ഈ ദൃശ്യമായ ലോകം, കാണുന്ന ലോകത്തെ ചുമ്മാ ഉണ്ടായി എന്നല്ല ബൈബിൾ പറയുന്നത്. പിന്നെയോ അവൻ നിർമ്മിച്ചു. പക്ഷേ ദൈവത്തിന്റെ വചനത്താൽ അവർ എബ്രായർക്കിന്റെ ലേഖനം 11-ാം അധ്യായം 2-ാം വാക്യത്തിൽ എടുത്തു പറയുന്നു. ഈ കാണുന്ന ലോകം, ഈ ദൃശ്യമായ ലോകം എങ്ങനെയാണ് ഉണ്ടാക്കിയത്? ആരുണ്ടാക്കിയത്? ദൈവം. എങ്ങനെയാണ് ഉണ്ടാക്കിയത്? വചനത്താൽ ഉണ്ടാക്കി. ഒരു സ്തോത്രം പറയാൻ പറ്റുമോ? അപ്പോൾ ദൈവം വചനത്താലാണ് ഈ ലോകത്തെ ഉണ്ടാക്കിയത്. അങ്ങനെ പറയുമ്പോൾ ഒരു സംശയം, എന്താണ് അവൻ പറഞ്ഞ വചനം? അവൻ പറഞ്ഞ വചനം ഉൽപ്പത്തി വായിക്കണ്ട 1-2 കിടപ്പുണ്ട്. ഉണ്ടാകട്ടെ, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് അവൻ കൽപ്പിച്ചു. അവൻ ആകാശവും വിധാനം ഉണ്ടാകട്ടെ, വെള്ളങ്ങൾ തമ്മിൽ വേർപിരിയട്ടെ. ചലിക്കുന്ന വെള്ളത്തിൽ ചലിക്കുന്ന മത്സ്യങ്ങളും കടലുകൾ കരയിൽ ഉണ്ടാകുന്ന ജീവജന്തുക്കളും ചലിക്കട്ടെ, ഉണ്ടാകട്ടെ എന്നവൻ പറഞ്ഞു. ഉണ്ടാകട്ടെ എന്ന് തിരുവായ മൊഴിഞ്ഞ് കൽപ്പിച്ചപ്പോൾ ഇല്ലാതിരുന്നത് എല്ലാം ഉണ്ടായി. പറഞ്ഞേ, ഇനി ആര് ഇതുണ്ടാക്കി? അതാണ് നമ്മുടെ വിഷയം അല്ലേ? അതാണ് നമ്മൾ തൊട്ടത് ഇവിടെ. ഇനി ഒരു വാക്യം കൂടി കണ്ട് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാം, എന്നിട്ട് തിരിച്ചു വരാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 3-4 വാക്യങ്ങൾ വായിച്ചാൽ അറിയാം. സകലവും അവൻ മുഖാന്തരം അറിയുന്നു. ആരാണ് അവൻ? 14-ാം വാക്യം വായിച്ച പോലെ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവരായി നമ്മുടെ ഇടയിൽ പാർത്തു. അവന്റെ പേര് ഇമ്മാനുവേൽ, അവന്റെ പേര് യേശു. മനസ്സിലാകുന്നുണ്ടോ? വളരെ ശാന്തമായിട്ടല്ല നിങ്ങൾ പഠിപ്പിക്കുന്നത്.
മനുഷ്യരാകുന്ന രീതിയിൽ. ഇതാണ് ഉണ്ടാക്കിയത്. എബ്രായർ 11:2 പറഞ്ഞു, എല്ലാവരും ഉണ്ടാക്കി, എല്ലാം അവർ നിർമ്മിച്ചു. ഇവിടെ വന്നപ്പോൾ അവിടെ പറയൂ, എല്ലാ സകലതും അവൻ മുഖാന്തികം എന്ത് ചെയ്തു? ഉളവ. ആരാണ് ഉളവാക്കിയവൻ? 14 ജഡം, വചനം ജഡമായി തീർന്നത്. അതാണ് വചനം ജഡമായി തീർന്നത്. യേശുവാണ്. ഇറക്കി പറഞ്ഞേ, അവൻ യേശുവാണ് സൃഷ്ടികർമ്മം നടത്തിയത്. ഈ ഭൂമിയെ ദൈവം സൃഷ്ടിച്ചു. ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു. ഈ ഭൂമി ദൈവം ആരാ സൃഷ്ടിച്ചത്? ദൈവമാണ് സൃഷ്ടിച്ചത്. ഇനി എനിക്കും നിങ്ങൾക്ക് പോരാട്ടമുള്ള ഒരു ശക്തിയുണ്ട്. നമ്മുടെ ശത്രുവുണ്ട്. അവന്റെ പേര് ലൂസിഫർ, പിശാച് എന്ന് പറയും. പിശാചുകൾ ഇവിടെ ഒന്നും സൃഷ്ടിക്കാൻ കഴിയത്തില്ല. ശ്രദ്ധിച്ചേ, സൃഷ്ടാവ് എന്ന പേര് നമ്മുടെ ദൈവത്തിൽ മാത്രമുള്ളതാണ്. പിശാച് സൃഷ്ടാവല്ല. വിജയം അവൻ ഇവിടെ എന്തെങ്കിലും സൃഷ്ടിക്കുന്നെങ്കിൽ ദൈവം സൃഷ്ടിച്ചതിനെയാണ് അവൻ ഉപയോഗിക്കുന്നത്. അവൻ സ്വയം ഒന്നും ഉണ്ടാക്കുന്നില്ല. കാരണം അവൻ സ്വയം അല്ല. എന്ന് വെച്ചാൽ സ്വന്തമായി ഉളവാക്കാൻ കഴിവുള്ള യഹോവ ഏലോഹിം സർവശക്തൻ എന്ന് പറയുന്ന ഒരു ദൈവമല്ല അവൻ. അതിന് ഒറ്റ വാക്കിൽ മലയാളത്തിൽ പറയുന്നത് സ്വയംഭൂ. സ്വയംഭൂ എന്ന് വെച്ചാൽ സ്വന്തമായി ഉണ്ടാക്കാൻ ചെയ്യാൻ കഴിവുള്ളവൻ. മലയാളത്തിൽ അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു ഭാഷാന്തരത്തിൽ ആത്മാവ് അല്ലെങ്കിൽ അവൻ കാരണഭൂതൻ എന്നൊക്കെ പേരുകൾ. കാരണഭൂതൻ, സൃഷ്ടാവ്, യാഗ്, ഏലോഹി എന്നൊക്കെ പറയാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമാണ്. സൃഷ്ടാവിന്റെ പേരാണ് സ്വയംഭൂ എന്ന് പറയുന്നത്. പിശാച് ഒന്നും ഉണ്ടാക്കത്തില്ല. ദൈവം ഉണ്ടാക്കിയതിനെയാണോ അവനെടുത്തോ നമുക്കെത്തും അവൻ കഴിയുന്നത്. അതുകൊണ്ട് എന്നും അവൻ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും കിട്ടിയേ പറ്റും. അവൻ സ്വയമായി ഒന്നും ഇവിടെ ചെയ്യാൻ കഴിയത്തില്ല. എന്നാൽ എന്റെ ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയും? അതിന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരാം. കേട്ടോ, രണ്ട് ചെറിയും തുറന്ന് കേട്ടോ. അവൻ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ കഴിവുള്ളവരുടെ ദൈവം. മരിച്ചവർ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ. ഇങ്ങനൊരു സംഭവം ഇവിടെ ഇല്ല, പക്ഷെ തമ്പുരാന് അത് ഉണ്ടാക്കാൻ കഴിയും. ഇങ്ങനൊരു സ്വഭാവം ഇവിടെ ഇല്ല, പക്ഷെ അത് ഉണ്ടാക്കാൻ കഴിയും. നിന്റെ വീട്ടിലേക്ക് സ്വന്തമായി ഭവനമില്ല, പക്ഷെ ദൈവത്തിന് ഉണ്ടാക്കാൻ കഴിയും. തലമുറ നിനക്കില്ല, പക്ഷെ ദൈവത്തിന് ഉണ്ടാക്കാൻ കഴിയും. ഈ പാഠത്തിന് കൊണ്ടില്ല എന്ന് പറയുന്ന വിഷയം ഇതുവരെക്കില്ല, പക്ഷെ എന്റെ ദൈവം ഉളവാക്കാൻ കഴിവുള്ള ദൈവമാണ്. അവൻ ഉളവാക്കുന്ന ദൈവമാണ്. ഇന്ന് പ്രഭാതത്തിൽ ഈ ദുരിതത്തിന്റെ ദൈവമല്ലേ ഇന്ന് ജീവിതത്തിൽ ഉളവാക്കുന്നത്. ഇത്തരം വചനക്കാരുമാക്കും അവരുടെ വചനത്തിലേക്ക് ഉളവാക്കുന്നൊന്നുമില്ല. അവരുടെ തിരുവനന്തപുരത്തിൽ ഉളവാക്കുന്ന ആരത്തിൽ ശ്രദ്ധിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ഉളവാക്കാൻ ഉപയോഗിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ വളരെ ശ്രദ്ധിക്കുക. ഉളവാക്കാൻ കഴിവുള്ളവരാണ് എന്റെ കർത്താവ്. സ്തോത്രം ചെയ്യുന്നത്. യേശു ക്രിസ്തുവിന്റെ അടുക്കൽ ഒരിക്കൽ ഒരു മനുഷ്യൻ കൊണ്ടെന്ന് പറയുന്നു, കർത്താവേ, നിനക്ക് എന്റെ കുഞ്ഞിനെ സൗഖ്യമാക്കുവാൻ കഴിയുമെങ്കിൽ സൗഖ്യമാക്കണം. യേശു പറഞ്ഞു, അങ്ങനെയല്ല, നീ പറയുന്നതിനകത്ത് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അങ്ങനെയല്ല, കഴിയുമെങ്കിലോ എന്നല്ല, വിശ്വസിക്കുന്നവരാൽ സകലതന് കഴിയും. വിശ്വാസം ദൈവത്തിന് ഉളവാക്കാൻ കഴിയുമെങ്കിൽ അവരെ വിശ്വസിക്കുന്ന നിനക്ക് ഇല്ലാത്തതിന് ഉളവാക്കാൻ കഴിയും. നിന്റെ ഭവനത്തിൽ ഇല്ലാത്തതിന് വിശ്വാസത്താൽ ഉളവാക്കാൻ കഴിയും. അത് സംബന്ധിച്ചിട്ട് ഇതിന് വിരുദ്ധമാണ് എന്റെ ദൈവം പറയുന്നതുപോലെ ഞാൻ വിശ്വസിക്കുന്നവരല്ലോ. ദൈവത്തിന്റെ വചനം ഭയങ്കര പവറാണ്. ദൈവത്തിന്റെ വചനത്തിന് ഭയങ്കര ശക്തിയാണ്. അത് വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവത്തിന് സ്ഥാപനമാണ്. അപ്പോൾ ഭൂമി പൊട്ടിത്തെറിച്ചുണ്ടായതല്ല, ഭൂമി വെറുതെ ഉണ്ടായതല്ല, ഭൂമിയെ ദൈവം ഉണ്ടാക്കിയതാണ്. ഭൂമിയെ ഉണ്ടാക്കിയ ചരിത്രം നമുക്ക് തുടങ്ങാം. എങ്ങനെയാണ് ഭൂമിയെ ദൈവം ഉണ്ടാക്കിയ? ഒന്നാം വാക്യം, ഉൽപ്പത്തി 1:1. സൃഷ്ടിച്ചു. ഒരു കുത്തം പറയാം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കണേ, സംശയമുണ്ട് ചോദിക്കണം, ഒരുമിച്ച് പഠിക്കാം. അറിയാൻ പിന്നെ പറയാം, അറിയാതെ ഇവർ പറയാം. ഹല്ലേലൂയ. ആദിയിൽ
ദൈവം ആകാശഭൂമിയും. അപ്പോൾ ആദിയിൽ എന്ന പദവും പിന്നീട് തുടങ്ങുന്ന രണ്ടാമത്തെ പദവും തമ്മിൽ ദീർഘ നൂറ്റാണ്ടുകൾ വർഷങ്ങൾ പഴക്കമുള്ള ഗ്യാപ്പുണ്ട്. മനസ്സിലാകുന്നുവോ? ആദിയിൽ അവൻ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പോൾ ആദിയിൽ ദൈവം ആകാശം സൃഷ്ടിച്ചു. ആർക്ക് വേണ്ടി? എന്തിനു വേണ്ടി പറയാം? ദൈവം എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ച കൂട്ടത്തിൽ ദൈവം ഒരു കൂട്ടത്തെ സൃഷ്ടിക്കാൻ ദൈവം മറന്നില്ല. ആരാണ് ആ കൂട്ടം? ആ കൂട്ടത്തെ കുറിച്ച് ഒന്ന് രണ്ട് വാക്യങ്ങൾ ഞാൻ പറയാം. വായിക്കട്ട സംഗീതത്തിലും 103 അവൻ യെശയ്യാ 6-ാമത്തെ അധ്യായത്തിലും സാറാഫുകളെ കുറിച്ചും കെരൂബുകളെ കുറിച്ചും പറയുന്നു. ദൈവത്തെ രാപ്പകൽ ആരാധിക്കുന്ന ഒരു കൂട്ടം അവൻ ജ്യോതിഷികളെ പോലെ നക്ഷത്രത്തെ പോലെ ശോഭിച്ചു നിന്ന ഒന്നാണ് ദൈവത്തിന്റെ മാലാഖമാർ, ദൈവത്തിന്റെ ദൂതന്മാർ. ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന, രാപ്പകൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൂതഗണത്തിന്റെ ആരാധന കണ്ട ദൈവം അവർക്ക് പാർപ്പിടമുണ്ടാക്കി കൊടുക്കാൻ തീരുമാനിച്ചു. രാപ്പകൽ ദൈവസന്നിധിയിൽ ആരാധിക്കുന്ന ദൂതന്മാർക്ക് വേണ്ടി ഒരു പാർപ്പിടമുണ്ടാക്കാൻ തമ്പുരാന്റെ ഉള്ളത്തിൽ ഒരു ചിന്ത വന്നു. ശ്രദ്ധിക്കണം, ആരാധിക്കുന്ന ദൈവത്തിന് വേണ്ടി പാർപ്പിടമൊരുക്കുന്നതാണ് അതിന്റെ തമ്പുരാൻ. നീ കൈയടിക്കാൻ പോയിട്ട് ആരാധിക്കാൻ പോയിട്ട് എന്താ കിട്ടി എന്ന് ചോദ്യം ഇല്ലോ നിന്റെ രണ്ട് ചെറിയ ഉണർവ് കേൾക്കുമ്പോൾ വിളിച്ചു വെച്ചോ നിങ്ങളെ ആരാധിക്കുന്നവരെ വലിയ നിങ്ങളുള്ള ആരാധിക്കുന്ന വലിയ കട്ടുകളെ ആരാധിക്കുന്നവരെ ആരാധിക്കുന്ന ദൈവത്തിലെ എന്റെ വിഷയം ഭൂമിയെ കുറിച്ചുള്ള വിഷയമാണെങ്കിലും പക്ഷെ ദൂതി കയറി വരുന്നതുകൊണ്ട് ഞാൻ ആ ദൂതിയെല്ലാം ഒന്ന് നിൽക്കാൻ പോകുന്നു. തമ്പുരാനെ ആരാധിക്കുന്നവന് ഒരു പാർപ്പിടമുണ്ടാവില്ല എന്നുള്ളത് ഉപദേശിമാരേക്കാൾ ദൈവത്തിനാണ് ആഗ്രഹം. നിങ്ങളോടൊപ്പം ദൈവത്തെ ആത്മാവിൽ ആരാധിച്ചതിന് ശേഷം നിങ്ങൾ വാടകക്കെട്ടിടത്തിൽ ചെന്ന് നിങ്ങളുടെ വാടകത്തിൽ ചെന്ന് നിങ്ങൾ ഞെരുക്കം അനുഭവിക്കുമ്പോൾ നിങ്ങളതിനകത്ത് വല്ലാത്ത ഞെരുങ്ങുമ്പോൾ നിങ്ങൾ അറിയുമ്പോൾ ഈ ഞെരുക്കം അറിയാത്തൊരു ദൈവമുണ്ടല്ലോ. അല്ല, ഇതുപോലെ നിങ്ങളാണ് അവൻ ആരാധിക്കുന്ന